Hello, welcome to Sensor School of Life Sciences. HSA Natural Science and long-term offline online class സെൻസോറിൽ സ്റ്റാർട്ട് ചെയ്തു. ഓഫ്ലൈൻ ക്ലാസ് എൻ്റെ പുതിയ ബാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കോഴ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയാണ്, അതായത് സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്, റെക്കോർഡഡ് ലെക്ചർ, ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്, PDF നോട്ട്സ്, പ്രാക്ടീസ് ടെസ്റ്റ്. സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻക്ലൂഡ് comprehensive collection of study materials covering all the important topics in the syllabus of our exam, including the previous questions. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല HSA നാച്ചുറൽ സയൻസിനും സെൻസോറിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളിലാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസ് എക്സാമിലെ സെൻസോറിലെ റാങ്ക് ഹോൾഡേഴ്സ് ഇതാണ്. മറ്റുള്ളവരുടെ ഫോട്ടോസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിലെ ഫസ്റ്റ് റാങ്ക് സെൻസറിനാണ് അത് കൊടുക്കാൻ ലഭിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലും ഉയർന്ന റാങ്കുകൾ പലർക്കും ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതില് പല റാങ്ക് ഹോൾഡേഴ്സും ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിച്ചവരാണ്. വളരെ വാസ്റ്റ് സിലബസ് ആണല്ലോ. സുവോളജി, ബോട്ടണി, അത് മലയാളത്തിൽ പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ലോങ് ടേം കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്കിന്ന് 2022 നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോയിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇതിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്, ജനറലാണ്. നമുക്ക് സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഇതാണ്. വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിവൈറൽ ഘടകമാണ് അത് ഇന്റർഫെറോണാണ്. എക്സ്പ്ലനേഷനെല്ലാം നമ്മൾ പറഞ്ഞു. ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? നിളവിതളങ്ങളാണ്. ഇത് വീഡിയോസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോ കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കുക. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സിനാൻഡ്രസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ മനസ്സിലാക്കണം. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ എല്ലാം ആ പോർഷൻ എടുക്കുമ്പോൾ വ്യക്തമായിട്ടെല്ലാം പറയും. മറ്റൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇത് അതായത് ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് അന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ഹോർമോണിന്റെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ GPCR, ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ ഈ നമ്മുടെ സിലബസിൽ ഹോർമോണിന്റെ പ്രവർത്തന രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ ഗാഗ് പാത്രം ചോദിക്കാം. അതെല്ലാം ഞാൻ അവിടെ ഹോർമോൺസ് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറയും. ഇവിടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ലക്ഷ്യകലങ്ങളിൽ കാണുന്ന സ്തരബന്ധിത ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ, കോശാന്തര ഗ്രാഹികളുമായിട്ട് അതായത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രവർത്തന രീതി എല്ലാം വ്യക്തമായിട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ചീസ് ഉൽപാദനം പ്രവർത്തിക്കുന്ന അണുജീവി സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസിലസ്. ഇവിടെ രണ്ടും ഉണ്ട്. മനുഷ്യരിൽ ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്ന ജീൻ X ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത്. താഴെപ്പറയുന്നതിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു നൽകുന്നു. വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് മിക്കവാറും ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ സെക്സ് ലിങ്ക്ഡിലെന്നോ സെക്സ് ഇൻഫ്ലുവൻസ്ഡെന്നോ സെക്സ് ലിങ്ക്ഡിലെന്നോ ചോദിക്കാം. പ്രോബ്ലം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ വീഡിയോ കാണുക. നമ്മൾ ജനറ്റിക്സ് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിപ്പിക്കും. നെക്സ്റ്റ്, മനുഷ്യൻ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ വികസിച്ചെടുത്ത ധാന്യവിളയാണ്. ഇത് ക്രിട്ടിക്കലാണ്. ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിൽ നിന്നും ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയയാണ് പാർത്തനോജൻസ് ആണ്. അപ്പോൾ
പാർത്തനോകാർപ്പി, പോളി എംബ്രിയോണി, അഗമോസ്പെർമി, അതായത് അപ്പോമിക്സിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അത് മനസ്സിലാക്കിയാൽ ഇതിപ്പോൾ അടുത്ത തവണ ഇതായിരിക്കില്ല ചോദിക്കുന്നത്, അപ്പോമിക്സിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാം. അപ്പൊ അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദെൻ കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചാണ്? അത് മൈറ്റോകോൺട്രിയ, ഗ്ലയോക്സിസം, അവിടെ എയും ബിയും. കാരണം കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് രണ്ടിലും എന്ന് പറയാൻ കാര്യം, പെറോക്സിസോമിന് സമാനമായി സസ്യങ്ങളിൽ കാണുന്നതാണ് എന്താ ഗ്ലയോക്സിസം. അതാണ് അത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ ഒരു സസ്യത്തിലെ 2 പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗമാണ് ഗൈറ്റിനോഗമിയാണ്. അപ്പോൾ അതിന്റെ സീനോഗമിയെല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത ചില ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെ പറയുന്നതിലുള്ള ഏത് കോശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ്? സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഉള്ള ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ് എന്നാ ചോദിച്ചിരിക്കുക. P700, P680, P860, P780. നമ്മളിത് ഈ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചിലപ്പോൾ മിക്കവാറും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ജലം വിഘടിപ്പിക്കുന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണോ നോൺ സൈക്ലിക്കിലാണോ? അത് നോൺ സൈക്ലിക്കിലാണോ നമ്മൾ പറയാം. കാര്യം അതിൽ P680, P700 ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഞാനത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഒന്ന് വ്യക്തമായിട്ട് പറയാം. അത് ഈ ക്വസ്റ്റ്യൻ അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യന്റെ പ്രാധാന്യമൊക്കെ. കൂടാതെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഈ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോക്കുക, ഇതൊന്ന് വ്യക്തമായിട്ട് ഡയഗ്രാം കാണുക. അപ്പൊ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് 2 സിസ്റ്റവും കിടക്കുകയാണ് ഉണ്ടല്ലോ. P680, ഇത് P700. P680 അതിൽ നിന്ന് ഇലക്ട്രോൺ പോവുകയാണ് ഉണ്ടോ. അപ്പൊ ആദ്യമായി ഫോട്ടോസിസ്റ്റം 2-ലെ പ്രവർത്തന കേന്ദ്രമായ ഹരിതകം A 680 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ആഗിരണം ചെയ്ത് ഇലക്ട്രോണുകളെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ഉത്തേജിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അതൊരു ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കും. അപ്പൊ ഇത് അപ്ഹിലാണ്. ഇതിങ്ങനെ ചോദിക്കും: അപ്ഹിൽ, ഡൗൺഹിൽ, എഗൈൻ അപ്ഹിൽ, ഡൗൺഹിൽ. ഇത് ചോയ്സ് തന്നിട്ട് തെറ്റിച്ച് ചോദിക്കാം. ആദ്യം ഡൗൺഹിൽ പിന്നെ അപ്ഹിൽ എന്നല്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് +2 നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോ ആദ്യം ഇവിടെ നിന്ന് P680 എന്നത് പിന്നെ എന്താ ഇലക്ട്രോൺ അവിടെ നിന്ന് ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിലോട്ട് അങ്ങോട്ട് പോകും. എവിടേക്ക് പോകും? അവിടെ നിന്നും ഇലക്ട്രോൺ സൈറ്റോക്രോം ഉൾപ്പെടുന്ന ഇലക്ട്രോൺ സംവഹന വ്യവസ്ഥയിലേക്ക് പോകും. അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക്, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് അങ്ങ് പോകും. അതിനെ മലയാളം വ്യക്തമായിട്ടൊന്ന് ഞാൻ നോട്ട് കൊടുത്തിട്ടൊന്ന് വായിക്കാം. ഞാൻ എളുപ്പം അങ്ങ് പറയാം. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകും. ഇത് ഒരു ഡൗൺ ഹിൽ പ്രോസസ് ആണ്. ഡൗൺ ഹിൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറയും ഡൗൺ ഹിൽ പ്രോസസ് എന്നോട് പറയുന്നത് ശരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞു അപ്ഹില്, ഇവിടെ അവരോഹണ ക്രമത്തിലാണ്. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം അപ്ഹില്, അടുത്ത് ഡൗൺ ഹില്. എന്നിട്ട് P700 നിന്നും ഇതുപോലെ ഫോട്ടോൺസ് ഇവിടെ ഒന്ന് വീഴുകയാണ്. അവിടെ നിന്ന് ഇത് എക്സൈറ്റഡ് ആയുള്ള ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോൺ അക്സെപ്റ്ററിലോട്ട് പോകും. അത് ഗെയിൻ അപ്ഹിലാണ്. അപ്പൊ ഇവിടെ P700 നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഇവിടെ കിട്ടിക്കൊള്ളു. ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇവിടെ P680 നിന്ന് വന്ന ഇലക്ട്രോൺ കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം P680 ഫോട്ടോസിസ്റ്റം 2-ൽ നിന്ന് ഇലക്ട്രോൺ ജെക്ട് ചെയ്യുന്നു. അത് അങ്ങനെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കുന്നു. ആ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ അങ്ങനെ ഇതെന്താണ് അപ്ഹിലാണ്. അപ്പൊ അത് ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരുന്നു. അതെന്താ ഡൗൺ ഹിൽ. ഇനി P700 എന്ന എക്സൈറ്റഡ് ഇലക്ട്രോൺ വീണ്ടും ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററിന് കിട്ടുന്നു. അത് വീണ്ടും അപ്ഹിലാണ്.
അവിടെ നിന്ന് ഇലക്ട്രോൺ NADPH കിട്ടും. അത് വീണ്ടും എന്താണ്, ഡൗൺ ഹില്ലാണ്. അപ്പൊ എളുപ്പമുണ്ട് ഓർക്കാൻ. ആദ്യം അപ് ഹിൽ, വീണ്ടും ഡൗൺ ഹിൽ, അടുത്ത അപ് ഹിൽ, ഡൗൺ ഹിൽ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോട്ടോ സിസ്റ്റം 1 പ്രവർത്തന കേന്ദ്രമായ എയിൽ നിന്ന് പോകുന്നത് മനസ്സിലായില്ല? ഓക്കെ. ഇനി ഇവിടെ ഇലക്ട്രോൺ സ്വീകരണ തന്മാത്രയിൽ നിന്ന് അന്തിമമായി ഇവിടെ കിട്ടുന്നു NADPയിൽ നിന്ന് കിട്ടും അല്ലെ? NADPH ആകാൻ എന്തെല്ലാം വേണം? ഇലക്ട്രോണും വേണം, പ്രോട്ടോണും വേണ്ടേ? ഇലക്ട്രോൺ ഇവിടെ നിന്ന് കിട്ടി. പ്രോട്ടോൺ എവിടെ? ഇതാണ് ഫോട്ടോലിസിസ്. അതായത് ഇതിന്റെ ജലത്ത് വിഘടനം ഇവിടെ വെച്ച് നടക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്നൂടെ പറയാം. സസ്യങ്ങളിൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെ പറയുന്ന ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ട്? ഇവിടെ എന്താ, P680 അതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ ഇതാ വിഘടിച്ചു. അതുപോലെ പ്രോട്ടോൺ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് ആ ഹൈഡ്രജൻ. അപ്പൊ അങ്ങനെ NADP വെച്ചാൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ കിട്ടി, ഇവിടെ നിന്ന് പ്രോട്ടോൺ കിട്ടി. നമ്മൾ ഇലക്ട്രോൺ നോക്കാം. ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇവിടെ P680 കിട്ടുന്നു. അപ്പൊ ഇവിടെ P680 കൊടുക്കണം. കാരണം P680 ഇത് എക്സൈറ്റഡ് കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ P680 നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനില് P680 ഇവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത്? ഇലക്ട്രോൺ ഇവിടെ നിന്നാണ് അല്ലെ? അപ്പോ ഞാൻ ബാക്കിയുള്ളത് നോട്ട്സ് വായിക്കുക, കൂടുതൽ മനസ്സിലാവും. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എല്ലാം സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് സസ്യങ്ങളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, ലക്ഷ്യം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നൈട്രജൻ ഫിക്സേഷൻ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ എടുക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ഗ്ലൂട്ടാട്രാവൻകോറിക്ക എന്ന അപൂർവ മരത്തിന്റെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതമാണ്. അത് ഇതാണ്, സെന്തുരുടിയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അത് നമ്മൾ 18 ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം നന്നായിട്ട് പഠിക്കണം. അത് കൂടുതലും നമ്മുടെ നാച്ചുറൽ സയൻസിൽ ചോദിക്കുന്ന ഇതുപോലെ അവിടെയുള്ള ഫ്ലോറ ഫോമാറ്റി. അല്ലാതെ PSC ടെസ്റ്റിൽ ചോദിക്കും എന്താ, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്, വലുതേതാണ്, ചെറുത്, ഇങ്ങനെ ഉണ്ട്. അതൊന്നും നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ നമുക്ക് കൂടുതലും ചോദിക്കുന്ന ഏതായിരിക്കും, ഈ അവിടെ കാണുന്ന ഫ്ലോറ ഫൗണ സംരക്ഷിക്കുന്നത് ഏതാണ് എന്നുള്ളതായിട്ടാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ടും അടുത്ത കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.